വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പൊ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആമ്രുവിന്റെ ബർത്ത്ഡേ നമ്മൾ ഈ മാസം 30-ാം തീയതിയാണ് വെച്ചേക്കണത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കന്ന് ഷൂവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ പോവാണ്. സാപ്പിക്ക് ഇത്രയും ദിവസം വർക്ക് ആയിരുന്നു. അപ്പൊ ഒഴിവില്ലാത്ത നമ്മൾ ഇന്ന് പോവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ 2-3 സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പൊ നമ്മൾ തൃശ്ശൂർക്കാണ് പോണത്. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ. പിന്നെ വേറൊരു കാര്യം, നമ്മള് 2000 സബ്സ്ക്രൈബേഴ്സായി. അത് ഞാൻ പറഞ്ഞിട്ട് വ്ളോഗ് ഇട്ടിട്ടായിരുന്നില്ല. ഒരു 4 ദിവസം മുന്നെയാണ് 2000 സബ്സ്ക്രൈബർ ആയത്. പെട്ടെന്നാണ് കേട്ടോ ആയത്. ഞാൻ ഇപ്പോഴൊന്നും ആവില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. എന്തത് കളിയാക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട്. അപ്പൊ ഇതുപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമ്മളിതാ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഷോപ്പിലേക്കാണ് കേട്ടോ പോണത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഷോപ്പിലും ആമ്പ്രൂന് ഷൂ നോക്കിയിട്ട് മുന്നേ കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നൈസ് വേൾഡിലാണ്. ഇവിടെ കുറേ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഷൂവും ചെരുപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. 2 ഷൂ ആണ് ആമ്പ്രൂവിന് അവിടെ നിന്ന് കിട്ടിയത്. പക്ഷെ അത് രണ്ടും ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അതിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാനാ, അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അല്ലാണ്ട് തന്നെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫസ്റ്റ് ക്രൈയിൽ പോയി. അവിടെ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബ്ലാക്ക് കളറാണ് അന്നേക്ക് വേണ്ടത്, ഡ്രസ്സിന് പറ്റിയത്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോണ്ട് ഒരാളിതാ ഈ ചെയറിലിരിക്കണോ പാണ്ടനോ. ആദ്യമൊക്കെ പാണ്ടനെ കണ്ടാൽ ഞാൻ വാങ്ങാണ്ട് പോവില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സാപ്പിക്ക് ഷർട്ട് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. തൃശ്ശൂരുള്ള ഒരു ഷോപ്പാണ് കേട്ടത്. അപ്പോൾ വൈറ്റ് ഷർട്ട് നോക്കുകയാണ്, സൈസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ആമ്പർ ഇതാ അവിടെ ഒരു ക്ലിപ്പും ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് ഉറക്കം വന്നിട്ടാണ് ഇരിക്കണത്. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും വേറൊരു ഫസ്റ്റ് ക്രൈയിൽ പോയി. തൃശ്ശൂർ 2 ഫസ്റ്റ് ക്രൈ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ മുന്നേ ഇതുപോലെ ഒരു ഷൂ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലാക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അത് കറക്റ്റ് സൈസ് തന്നെ കിട്ടുകയും ചെയ്തു. ഇവിടെ ഇപ്രാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഷൂവ്. അതിന് ശേഷം നമ്മൾ എൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ടുള്ള ബൊട്ടീക്കിൽ പോവുകയാണ്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ആമ്പ്രൂ നടക്കുകയാണ്. ഇപ്പോൾ ആമ്പ്രൂവിന് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് വിശന്നു. നമുക്കൊരു 5:30-5:45 ഞങ്ങൾക്ക് വിശക്കും, എനിക്ക് ആമ്പ്രൂവിന് കേട്ടോ. ഇത് കോലഴിയിൽ വന്ന പുതിയ ഹോട്ടലാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറിയപ്പോൾ ആമ്പ്രൂവിന് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല AC ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിളിൽ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പരാൾ അത് അവിടെ അങ്ങനെ തൊട്ടിട്ടും ഇതാക്കിയിട്ടും കളിക്കുകയാണ്. പിന്നെ നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ തുടങ്ങിയ കാരണമാണോ എന്നറിയില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ടേബിളും ചെയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മേലെ എന്തോ പണി നടക്കുന്നുണ്ട് തോന്നുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ നെയ്റോസ്റ്റും സാപ്പി മസാല ദോശയാണ് കേട്ടോ. എനിക്ക് മസാല ദോശ ഇപ്പോൾ തീരെ ഞാൻ കഴിക്കാറില്ല. കാരണം എനിക്കൊരു വട്ടം വയറിന് പണി കിട്ടി. അതിന് ശേഷം എനിക്ക് കഴിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ആദ്യമൊക്കെ ഹോട്ടലിൽ കയറിയ മസാല ദോശയുടെ ആളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇപ്പോൾ പേടിയാണ് മസാല ദോശ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിയായിരുന്നു കേട്ടോ. എന്തൊരു മുരി എന്ന് പറയാം. ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ദോശ കഴിച്ചിട്ടില്ല ഗൈസ്. മുരിവ് കുറച്ച് കൂടുതലാണ് ഇത്. പക്ഷേ രസമുണ്ട് കേട്ടോ കഴിക്കാൻ. പിന്നെ ഒരു ചായ കുടിച്ചു. പിന്നെ ഇതാ ഞാൻ ആമ്പ്രൂവിന് കൊടുക്കുകയാണ് കേട്ടോ. ദോശയാകുമ്പോൾ അവനൊരു പൊട്ട് കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദോശ ഓർഡർ ചെയ്യണത്. അതിനുശേഷം ഞാൻ കഴിക്കുകയാണ്. സംഭവം കറുമുറ കടിച്ച് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാല്ലേ. ഇപ്പൊ ചെറുതായിട്ട് നല്ല രീതിക്കൊന്ന് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ എന്താ ജാഥ. അപ്പൊ വണ്ടിയൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ ആമ്പ്രു ഇതാ ഉറങ്ങിയിട്ടാ. ഫുഡ് കഴിച്ചപ്പോ ആമ്പ്രുവിന് നല്ല ഉറക്കം വന്നു. അപ്പൊ നമുക്ക് ഇനി എന്തായാലും എനിക്ക് ജേറയിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവിടെയും കയറിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാ അല്ലേ. കുട്ടി വ്ളോഗാണ് കേട്ടോ, കുഞ്ഞ വ്ളോഗാണ്. ഓക്കെ ഗൈസ്.
അതിനുശേഷം ഞാനിതാ സേറയിൽ വന്നേക്കാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ എല്ലാം തപ്പിത്തെരഞ്ഞ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഓരോന്നും ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങണത്. അപ്പോൾ വേറൊന്നല്ല, എൻ്റെ പൗഡർ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നിക്കാണ്. പിന്നെ കുറേ അതായത് നമ്മൾ ഈ പർപ്പിളിൽ നിന്ന് വാങ്ങണ ഓൺലൈൻ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് വാങ്ങണം എന്നുള്ളവർ ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജുനൈദൊക്കെയാണ് ബില്ലടിച്ച് തരുന്നത്. സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നത് നമ്മുടെ റിൻസാണ്. അങ്ങനെ സാപ്പിതാ ഏറ്റു വാങ്ങിയേക്കാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. അതിനുശേഷം നമ്മളിതാ വീട്ടിലെത്തി ആമ്രൂനെ ഇവിടെ ഇരുത്തി നമുക്ക് കുറച്ച് വീട്ടിൽ കയറി പറയാണ്ട് ആമ്രൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പം ഞാനും സാപ്പിയും കൂടിയിട്ട് അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് മാത്രമേ സാപ്പിക്ക് ഒഴിവുള്ളൂ. അപ്പം അതിന് വേണ്ടി പോവാണ്. ഹായ് ഗായ്സ്, ഇന്നലെ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിത് പിറ്റേ ദിവസമാണ് കേട്ടോ വ്ളോഗ് എടുക്കുന്നത്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാന്ന്. അപ്പോൾ എൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത്. ഞാൻ ആംബ്രൂനൊരു 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ നോക്കിയതാണ് ആംബ്രൂൻ്റെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. അതായത് ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം, എന്ത് മോഡൽ എടുക്കണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റായി. ഞാൻ ഇതന്നെ ഇടുള്ളൂ, ഇതന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുള്ളൂ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാത്ത ആംബ്രൂനും സാപ്പിക്കും ഡ്രസ്സെല്ലാം സെറ്റായി. എനിക്ക് മാത്രം ഇതുവരെ സെറ്റായിട്ടില്ല ഗൈസ്. ഇന്നലെ നമ്മൾ തൃശ്ശൂരിൽ പോയപ്പോൾ അവർ പെട്ടെന്ന് വിളിക്കുകയാണ്. അവർക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ എവിടെ നിന്നും കിട്ടണില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട്, നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് അവിടെ കൊടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മെയിൽ എടുത്തിട്ട് ചെയ്യും. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കിട്ടും. നമ്മളവിടെ കൊടുത്ത് തന്നെ നമുക്ക് മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരിനെ നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം തൃശ്ശൂർ മൊത്തം നമ്മൾ അന്വേഷിച്ചു കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് കൊടുത്തത്. അപ്പൊ അങ്ങനെ അവര് വിളിച്ചപ്പോ എനിക്ക് നല്ല രീതിക്ക് ടെൻഷനായി. കാരണം ഇനി ആകെ കുറച്ച് ദിവസമുള്ളൂ. എല്ലാവരുടെയും എല്ലാം സെറ്റായി, എൻ്റെ മാത്രം ഒന്നും സെറ്റായിട്ടില്ല. ആ തുണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോഡല് വേറെ ഒരു കളറിലും അത് ചെയ്ത രസം ഉണ്ടാവില്ല. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇഷ്ടാവണില്ല ഇനി വേറെ മോഡൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളത് ഇന്നലെ നോക്കാൻ വേണ്ടിയിട്ടാണ് ബൊട്ടീക്കിൽ പോയത്. അപ്പൊ അവര് ഒരു ഷോപ്പിലും കൂടി ചോദിക്കട്ടെ, എന്നിട്ട് ഇന്ന് എനിക്ക് അവർ കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തുണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ വിളിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും തുണി സംഘടിപ്പിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോഡൽ മാറ്റണം. എല്ലാം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തീരുമാനമാവും ഗൈസ്. എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്. അതായത് ടെൻഷൻ വേറെ ഒന്നുമില്ല, കാരണം ഇപ്പം എന്ത് മോഡൽ നോക്കുകയാണെങ്കിലും കണ്ണിൽ പിടിക്കില്ല. ഞാനത് കുറേ നാൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു മോഡലാണ്. ഇതന്നെ മതി എനിക്കിടാന്നുള്ളത്. ആ ഒരു കളർ ഇതിലാണ് സാപ്പി ഉണ്ണിയൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് വേറൊരു കളറായിട്ട് മാറ്റാനും പറ്റില്ല. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തും കൂടി ഞാൻ അത് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ മോഡല് തയ്ക്ക് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 3 മണിക്ക് തീരുമാനം അറിയും. ഇനിയിപ്പോൾ അവർക്ക് ആ തുണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർക്ക് പോകേണ്ടി വരും. ഇവിടെ സാപ്പിയില്ല, ആരുമില്ല, കുട്ടാപ്പില്ല, ഉപ്പില്ല, ആരുമില്ല. സാപ്പി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എത്ര മണിയാവുന്നൊന്നും അറിയില്ല. അപ്പം 3 മണിക്ക് അവർ വിളിച്ചിട്ട് സെറ്റ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകേണ്ടി വരും. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡ്രസ്സ് തരണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ ഒരു മെറ്റീരിയൽ പിന്നെ നമ്മൾ കുറേ നാൾ മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഈ കുറേ മെറ്റീരിയലൊക്കെ എടുക്കണ ഹോൾസെയിലായിട്ട് അവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അതിനുള്ള സമയവും നമ്മുടെ കയ്യിലില്ല. അപ്പം ഇനി നോക്കിയിട്ട് എന്തായാലും കാര്യമില്ല. വിഷമിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ സമയം ഉണ്ടാവുള്ളൂ. ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ഇതുവരെ അമൃവിൻ്റെ ഒന്നും കഴിച്ചിട്ടില്ല. അതായത് 40-90 അങ്ങനെയൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ നീക്കി കൊണ്ടുപോയി വെച്ചത്. പിന്നെ നമുക്ക് ഡേറ്റും കിട്ടിയില്ല, ഓഡിറ്റോറിയം കിട്ടിയില്ല. അങ്ങനെ ഡേറ്റ് പോയിട്ട് ഇപ്പോൾ 30-ാം തീയതി ആയിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം, എന്താണെന്നറിയില്ല. അയ്യോ. പിന്നെ കുറേ പേര് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുല്ലോ, എന്തെങ്ങനെ ക്ഷീണിക്കുന്നത്, നന്നായി വണ്ണം കുറഞ്ഞത്. ഒരു പരിധി വരെ ഞാൻ വണ്ണം കുറച്ചതാണ്. കാരണം വണ്ണം വെക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്കത് കംഫർട്ടബിൾ അല്ല. ഞാൻ മുന്നേ വണ്ണം വെച്ചപ്പോൾ ഞാൻ വണ്ണം കുറച്ചേർന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നന്നായി വണ്ണം വെച്ച് പോവാണ്. പിന്നെ ഒരു പരിധി വരെ ഞാൻ വണ്ണം കുറച്ചാണ്. ഞാനൊരു 67-66 കിലോ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ ആംബ്രോനൊരു 8 മാസമൊക്കെ ആയപ്പോൾ ഒന്ന് ഫുഡ്, അതായത് നമ്മൾ മധുരം അങ്ങനത്തെ ഒക്കെ മുട്ട അങ്ങനെയൊക്കെ കഴിക്കേണ്ട കൺട്രോൾ ചെയ്തപ്പോൾ ഞാനൊരു 63-64 അതിലേക്ക് എത്തി. അതിനുശേഷം ഇപ്പം നല്ല വണ്ണം കുറഞ്ഞത് ആംബ്രു പാല് കുടിക്കണ കാരണമാണ്. ഇപ്പം എനിക്ക് 1 വയസ്സായപ്പോൾ നല്ല പാല് കൂടിയാണ്. ഈ നൈറ്റൊക്കെ ഉറക്കം ശരിയാവാത്തോണ്ടും
അതുപോലെ എപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്യില്ലേ, അപ്പൊ അതിൻ്റെതായ നല്ല രീതിക്ക് ക്ഷീണുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചു പോണത്. ഇപ്പൊ ഞാൻ വെയിറ്റ് 57 കിലോനാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കലും കുറവാണ്. ഇപ്പൊ നല്ല ചൂടായ കാരണം വെള്ളം നന്നായി കുടിക്കണോണ്ട് എനിക്ക് തീരെ വിശപ്പില്ല. അപ്പോ അങ്ങനെയും കുറെ ഇതുണ്ട്. അപ്പൊ ഞാൻ സ്വയം എന്നെ മെലിയിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് എനിക്ക് എന്റെ വീട്ടിൽ ചോറ് ആരും തരാണ്ടോന്നല്ല കേട്ടോ. അപ്പോ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മെലിഞ്ഞ എന്റെ ഫേസ് ആകെ ഒട്ടും ക്ഷീണം തോന്നിക്കും. പിന്നെ കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയത് ഉറക്കെന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. അപ്പൊ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം എന്റെ ഡ്രസ്സ് എന്താവോ എന്താന്നൊക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അവരോട് എല്ലാവരോടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വ്ളോഗൊക്കെ കാണുക, കമന്റ് ഇടുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. അപ്പൊ നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. നാളെ അല്ല, ഇന്ന് നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കും. കാരണം അവര് വിളിച്ചാൽ നമുക്ക് അറിയില്ല പോണ്ടേന്നൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.